ഞാൻ ആരോട് വെച്ചിട്ടാണ് 200 കളിയേറ്റേ? എടാ 200 കാര്യം നന്നായി ചിന്തിച്ചില്ലടാ. മുമ്പ് വെല്ലുവിളിച്ച് നിങ്ങളെല്ലാം കണ്ടല്ലേ. എടാ എന്നൊന്ന് തായറക്കടാ. എടാ 200 ഇട്ടാലെന്താ 400 കിട്ടിയല്ലേ? ഒരിടത്ത് സൂപ്പർ ടീമാന്നാ പറഞ്ഞു. നമ്മളെന്താ മോശമാണോ? എടാ നമ്മളെ പോലത്തെ ടീമിൻ്റെ ഉള്ളിൽ ഇതുവരെ കളിച്ചിക്കാൻ ഉണ്ടായല്ല. ഓൻ്റെ കളി കണ്ടിട്ട് അത്ര വലിയ സുഖമൊന്നും തോന്നില്ല. പക്ഷേ ബാക്കിയുള്ളവരെങ്ങനെയാണെന്ന് അറിയില്ലാലോ. ഇന്റെ കണ്ണാ, അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഈ പൈസ എടുപ്പിക്കുക. ഏതായാലും നമ്മൾ കളിയേറ്റി മാക്സിമം നമുക്ക് വീട്ടിൽ നിന്ന് എത്ര ഒപ്പിക്കാൻ പറ്റും നോക്കാം. എൻ്റെ വീട്ടിലൊന്നും കിട്ടിയാലേ. എൻ്റെ കുഞ്ഞാപ്പു ആദ്യം നെഗറ്റീവ് അടിക്കല കുഞ്ഞാപ്പു. ഞാൻ നെഗറ്റീവ് അടിച്ചല്ലേ, കാര്യം പറഞ്ഞതാ. ഡാടാ നിർത്ത്, ബാക്കിയൊക്കെ നാളെ. അല്ലടാ നമുക്ക് പോവല്ലേ? ഉമ്മാ, ഒരു 40 ഉറുപ്പ്യ ഉണ്ടാവോ? അനക്കെന്തിനാ 40 ഉറുപ്പ്യ? അത് ഒരു മാച്ച് ഉണ്ടായിനി. എന്ത് മാച്ച്? ഫുട്ബോളേ. 40 ഉറുപ്പ്യൊക്കെ വന്നിക്കണ്. നല്ലോണം കിട്ടിയില്ലേ? ഡാ എന്തായി? ഉമ്മ കൊന്നില്ലാന്നുള്ളൂ. അല്ല അനക്കോ? ഞാൻ ചോദിച്ചില്ലടാ, അതൊക്കെ സാധനം അടിക്കാൻ തന്നെ പൈസ ഇല്ല. എടാ അപ്പു വരുന്നുണ്ട്. ഓന്റെ വരവ് കണ്ടിട്ട് എന്തോ കോളടിച്ചോല്ലോ ഉണ്ടല്ലോ. കിട്ടിയോ? നിങ്ങൾക്ക് കിട്ടിയാ? ഇല്ല. ആവു അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. പിന്നെ എന്തിനാന്നോ അതിന്റെ മണിഞ്ഞ് വിളിക്കുന്നേ? എടാ എനിക്ക് പൈസ കിട്ടിക്കില്ല, പക്ഷെ എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. എന്ത് ഐഡിയ? നല്ല ഉടായിപ്പായിരിക്കും. അലക്കലടോ. ഡാടാ നിർത്തേ, ഞാൻ ഐഡിയ പറയും. മോശണം, തേങ്ങ മോശണം. ഈ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി വലിയ ഉടായിപ്പായിരിക്കും. ഇനി നാട്ടിലെടുത്താലും കൂടി വാങ്ങിക്കാനുള്ളൂ. എന്നാ ഇഞ്ഞോണ്ടതാടാ പൈസ. അതിന് 500 പറഞ്ഞ മാച്ച് ഉണ്ടാക്കാൻ. നിർത്ത്. കച്ചറുണ്ടാക്കാത്തൊരു വൈ കണ്ടുപിടിക്കാൻ നോക്ക്. എടാ, ഈ നാട്ടിലെ മെയിൻ കുടിയന്മാരൊക്കെ 1000 പറമ്പ് തേങ്ങ ഇട്ടിട്ടാ വെള്ളടിക്കല്. എന്തിന് ഈ ഞാൻ തന്നെ എത്ര ഇളഞ്ഞിട്ടിക്കുന്നു? അത് ശരിയാ. എടാ ഇത് വേണോ? നല്ല തല്ല് കിട്ടുന്ന പരിപാടിയാ. ഓരോട് മേച്ചിനില്ലാന്ന് പറഞ്ഞാൽ പോരെ. എടാ ആദ്യമായിട്ട് ഒരു ടീം നമ്മളെ പുറത്തുനിന്ന് വെല്ലുവിളിക്കുന്നേ, അപ്പോൾ അതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അതല്ലേ ഞാനും പറഞ്ഞേ. അപ്പോൾ വേറെ വയ്യൊന്നുമില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് 4 പറമ്പ് തന്നെ കയറാം. അപ്പോൾ വൈകുന്നേരം ഗ്രൗണ്ടിൽ വെച്ച് സെറ്റല്ലേ? എന്താ എൻ്റെ ഐഡിയ? നമുക്ക് പറമ്പിൽ കൂടി കയറണ്ട, സുബിയേട്ടൻ്റെ തോണി എടുത്ത് പോവാം. അതാ നേരം ആരെയും കണ്ടിക്കിടയിൽ നമുക്ക് തോണി എടുത്ത് വിടാലോ. അതിന് സുബിയേട്ടനോട് ഈ തോണി ചോദിച്ചോ? ചോദിച്ചിട്ട് പോവാൻ നമ്മൾ ട്രിപ്പ് വരടാ പൊട്ട. ആകെ 1 മണിക്കൂറിൻ്റെ പരിപാടിയുള്ളൂ. സുബിയേട്ടനാണെങ്കിൽ നാളെ വരുള്ളൂ. അപ്പം എങ്ങനെ സെറ്റല്ലേ? ഒന്ന് കൈവക്ക് കുഞ്ഞാപ്പോ. എന്തേലും ആട്ടെ. എടാ ഒരു 10 രൂപ തേങ്ങ എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് വേഗം പോരാ, അധികാരം അളന്നാ സീന. പിന്നൊരു കാര്യം, ഞാനും മുത്തു തെങ്ങ് കയറും. അപ്പോൾ ഉണ്ണിക്കുട്ടനും തേങ്ങ എടുത്ത് തോണിയിലിടണം. പിന്നെ കുഞ്ഞാപ്പോ നീ തോണി തന്നെ ഇരുന്നാൽ മതി. ആരെങ്കിലും വരുമ്പോ സിഗ്നൽ തന്നാൽ മതി. പെട്ടെന്ന് വാട്ടോ. ഇവിടെ മതി, ഇത് കുറച്ച് ഉള്ളിലായോണ്ട് ആരും കാണേയില്ല. ഇവിടെയാണ് തെങ്ങിന് ഹൈറ്റും കുറവാ. പണി പാളിന്നാ തോന്നുന്നേ. തുറമുട്ടുന്നു. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ തൂറിട്ടൊന്നു ഇടറോ. ഒച്ച ഉണ്ടാക്കലടാ, ആരെങ്കിലും കേട്ടാ അങ്ങോട്ട് വരും. എടാ അപ്പു ഒരു 10 മിനിറ്റത്തെ കാര്യമുള്ളൂ. പറ്റും തോന്നില്ലടാ. എടാ എന്നാ വാ, നമുക്ക് തിരിച്ചു പോവാ. വേണ്ട, ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഇത് തീർത്തിട്ട് തന്നെ പോവാ. നിങ്ങൾ ഇന്നാ പിന്നെ ഇത് തീർത്തിട്ട് വാ, ഞാൻ ഇത് തീർക്കട്ടെ. കണ്ണാ നോക്കി കേറിട്ടോ.
കണ്ണോ കുട്ടേട്ടെ ആരാ പറഞ്ഞിട്ട് ഓടാ അപ്പുനാരുണ്ട് എടാ എടാ ചാട് ആരാണ് എന്നെ കണ്ടേ? കുട്ടേട്ടനുണ്ടായിരുന്നു തെങ്ങിന്റെ മുകളിൽ. അന്നെ മൂപ്പര് കണ്ടോ? അറിയില്ല, ഞാൻ ഇരുന്നെ മോളെ മൂപ്പർ ഉണ്ടായിരുന്നേ. അനക്ക് ഉറപ്പില്ലേ? പിന്നെ അതിന് നിലവിളിച്ചോണ്ട് വന്നേ. എൻ്റെ ഒലക്കമല്ലൊരു ഐഡിയ. തോണിയാ ഞാൻ കാണൂലാന്ന് എൻ്റെ ഓൻ തന്നെ തോണി മറച്ചു വിട്ടു. ഇപ്പൊ എല്ലാരും അറിഞ്ഞിണ്ടാവില്ലേ? എൻ്റെ ഉമ്മ എങ്ങനെ അറിഞ്ഞെന്നെ കൊല്ലു. അപ്പോൾ ഐഡിയ വന്നപ്പോ ഞാൻ പറഞ്ഞതാ വേണ്ടാന്ന്. അതിന് ഞാനറിയില്ല മൂപ്പർ മേലുള്ളേ. ഇനിയിപ്പോ നിങ്ങൾ തുടങ്ങല്ല. ഇപ്പൊ അപ്പൂനെ മൂപ്പര് കണ്ടിക്കൊന്നും അറിയില്ല. ആ തോണിയായിരുന്നു മാറ്റില്ലെങ്കിൽ എല്ലാരും അറിയൂ. നമ്മൾ തോണിയായിട്ട് പോകണവരെ കണ്ടണമെന്നും അറിയില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യൂ? എന്ത് ചെയ്യേ? തോണിയായിരുന്നു മാറ്റണോ? ഭാഗ്യമൊക്കെ പിന്നെ. എടാ തോണി കാണുന്നില്ലല്ലോ. ഒളിച്ചോയാ? എവിടെ പോയത്? അവിടേക്ക് എന്താട്ടാ തോണിയാണ് വരണത്? ഞാൻ തെങ്ങിന്റെ മുകളിൽ നിന്ന് ഇറങ്ങിയാൽ നോക്കാൻ വേണ്ടി നിൽക്കായിരിക്കൂലേ? എന്നെക്കാളും വലിയ തേങ്ങലിക്കാർ നിങ്ങളെ കൂടുതൽ തന്നെ ഉണ്ടല്ലോ. എന്തിനാടാ തോണി എടുത്ത് തേങ്ങ വന്നേ? എന്താ ഇത്ര അത്യാവശ്യം? കഞ്ചാവ് വലിക്കാനായിരിക്കും, അല്ലാണ്ട് വേറെ എന്ത്? കഞ്ചാവ് വലിക്കാനൊന്നല്ല. എന്തിനാടാ എനിക്ക് തേങ്ങ? എനിക്ക് മാച്ച് കളിക്കാനാ. മാച്ചോ? എന്ത് മാച്ച്? സുബിയ, ഞാൻ ആരോട് വിളിച്ചാ? ഇവന്മാര് പഠിച്ച കള്ളന്മാരാ. ഇന്നോ ഇന്നലെ തുടങ്ങിയ പരിപാടി നേരിക്കുന്നത്. ഞങ്ങളിവിടെ വിലയൊന്നുമില്ല. ഇങ്ങോട്ട് ടീം മാച്ച് വിളിച്ചപ്പോൾ കൈമ പൈസ ഇല്ലാണ്ടായപ്പോൾ ഇങ്ങോട്ട് വന്നതാ. അതിന് കണ്ടാലോ മുതലാടാ കക്കണ്. പൈസ ഇല്ലാണ്ട് എന്തിനാണ് നിങ്ങൾ വാക്കെടുക്കാൻ പോയേ? ഓരുമല ടീമിനെ വെല്ലുവിളിച്ചിട്ടാ സുബിയേട്ടാ. പൈസ ഉണ്ടാക്കാൻ വേറെ എന്തെല്ലാം വേണ്ടടാ? നിങ്ങളൊക്കെ വീട്ടിൽ ചോദിച്ചോ? വീട്ടിലൊക്കെ എല്ലാവരും ചോദിച്ചാ സുബേട്ടാ. എന്തായാലും നിങ്ങൾ ചെയ്തേ ശരിയല്ല. ഞങ്ങൾ ഏതായാലും ഇത് ആരോടും പറയാൻ പോകുന്നില്ല. ഇനി മേല ഒറ്റ ഒന്നിന് ഈ തൊടി കണ്ടുപോകരുത്, കേട്ടല്ലോ? കൊക്കോ വെറുതെ നാണം കെട്ട്. ഇനി എങ്ങനെ സുബിയറിനെ കൂട്ടുകാരനെ മോത്ത് നോക്കുക? ഒരു മാച്ചിന് വിളിച്ചപ്പോളേ ഇല്ല എന്നിട്ട് പറഞ്ഞാൽ തീനി. ഇനിയിപ്പം നാളെ പോലും എന്നാ പറയാ. എന്തു പറയാനി? ഇല്ലാന്ന് അങ്ങോട്ട് പറയണോ? ഇനിയിപ്പോ 2 ദിവസത്തെ ഗ്രൗണ്ടിലേക്കൊന്നും പോണ്ട. മനുവിന്റെ ചിലയൊക്കെയാണെന്ന് ആലോചിക്കുന്നേരാ. എന്തോ ഭാഗ്യത്തിന് വീട്ടുകാരറിഞ്ഞില്ല. നിങ്ങളെ എവിടക്കൊക്കെ തന്നെ നാളെ ഞങ്ങളെ മാച്ച്. എന്താ ഇവിടെ? മാച്ചുമില്ല, ഒരു കോപ്പില്ല. നീ പോയേ? അപ്പൊ ഞാൻ പോവന്നെയാ. ഇത് നിങ്ങളെ സുബേട്ടൻ നേരം പറഞ്ഞോ? എടാ 200 ഉറുപ്പ്യ. സുബേട്ടനോ? സുബിയറിന് എന്തിനാ ഇമ്മ കഴിച്ചന്നേ? ഞാൻ പൈസയും കാട്ടിക്കാ. നാളെ തന്നെ പോയി മനുവിന് ചീട്ട് കയറണം. എടാ ആദ്യം നമ്മൾ സുബിയറിനെ പോയി കാണുക. അതാ എന്റെ ശരി. ബാക്കിയൊക്കെ പിന്നെ. എടാ സുബിയേട്ടൻ ഇവിടെ ഇല്ലാന്നാ തോന്നേ. വാ പോവാ. ഡാടാ ആരുടെ ട്രോഫി? എടാ ഇത് നമ്മളെ ടീമിന്റെ പേരല്ലേ? എടാ ഇത് സുബിയേട്ടനല്ലേ? കുട്ടേട്ടനുണ്ടല്ലോ. എടാ ബാക്കിയുള്ളവരൊക്കെ പാരാ? വെറുതെ അല്ല മൂപ്പർ നമുക്ക് പൈസ വന്ന്. എടാ ഇവരാടാ ശരിക്കത്തെ FC കൂഞ്ഞാമൂല. പതുക്കെ കളിച്ചായിട്ടോ. നമുക്ക് പിടിക്കാനുള്ള ടീമേ ഉള്ളൂ. മാനവും കൂടി ഉണ്ടെങ്കിൽ സബും കൂട്ടി ടീം സെറ്റ്. അത് ശരിയാ. ഇത് ആദ്യമായിട്ടൊന്നല്ലല്ലോ, ഓൻ്റെ സ്ഥിരം പരിപാടിയല്ലേ.
ഗായ്സ് പൈസ ഒക്കെ സെറ്റ് അല്ലേ? പൈസ ഒക്കെ സെറ്റാ, നീ കളിച്ച് കാണിക്കടോ. ഓക്കെ കമോൺ ഗൈസ് വാം. അടിച്ച ഓരോന്നിന്റെ അണ്ണാക്ക് കേട്ടോ. എടാ പൈസ കയ്യിൽ വെച്ചട്ടോ, മാച്ചിന്റെ പൈസയാ. കണ്ണാ വേഗം വാടാ. ആടാ വരിക. ഇന്ന് പൊളിക്കും. ഇവന്മാരെന്തേ കാണിക്കുന്നേ? ഇതിനേക്കാൾ ഷോ ആയിരുന്നു മറ്റവൻ. എൻ്റെ ഓൻ്റെ കളി നമ്മൾ കണ്ടതല്ലേ? മനോ പിള്ളേരാണല്ലടാ, ഇവന്മാരോട് കളിക്കണം ഞമ്മളെ കൂട്ടി വന്ന ഈ ഇവന്മാർ റിയൽ സോക്കറിന് ഇൻസെർട്ട് ചെയ്തട്ടാ. എന്നാ തുടങ്ങല്ലേ? ഹോം ഗ്രൗണ്ട് നിങ്ങളായോണ്ട് ഫസ്റ്റ് വെച്ച് ഞങ്ങളെടുക്കാം. ഓക്കെ 3 ഗോളുടെ കളി. അപ്പോൾ ശരി. പിന്നെ ബോൾ ഞങ്ങളെടുക്കാം. നിബിയല്ല നല്ല ബോളാ. എടാ സെറ്റല്ലേ? സെറ്റ്. അപ്പൊ ഗൈസ് സെറ്റല്ലേ? ഓക്കെ ഞങ്ങളെ കളിച്ചോ. അല്ല നിങ്ങൾ കളിക്കുന്നില്ല? ഇതിനൊക്കെ പിന്നെ വലിയ മതിടാ. കൂട്ടാ ചെല്ലി ബോൾ വാങ്ങാൻ. കണ്ടട റിയൽ സോക്കറിലെ പിള്ളേരെ. ബഷീർ ഖാന്റെ ബിരിയാണി പോയി. എന്താണ് കളിക്കുന്നത്? പിള്ളേരെ കണ്ടാടാ. എന്നെ പറ്റിക്കോ? ഓണം താക്കിയേ. എന്താ പറ്റിക്കോ? ഫൗള് വെച്ചടാ. ഒഴിവാക്ക്. എടാ മണിയോ, അന്റെ കമ്പനിക്കാരോട് പറഞ്ഞോ മര്യാദ കളിക്കേ. ഇവിടെ പറഞ്ഞാ മതി, മര്യാദ കളിച്ചിട്ട് പോടാ. എടാ ഇപ്പൊ കളി നിർത്തിയാ ഞങ്ങള് ജയിക്കട്ടോ. അതെങ്ങനെ ശരിയാ? കളി കാണിക്കില്ലല്ലോ. ഇപ്പൊ കളി കഴിഞ്ഞല്ലോ. എനിക്കിനി കളിക്കാൻ പറ്റുമോ? ഇനിയിപ്പോ എന്താക്കൂ? എന്താടാ പറ്റിയ? അവനെ ഫൗൾ ചെയ്തടാ. നീ വാ നമുക്ക് കളിക്കാം. ഉണ്ണിക്കുട്ടാ നീ ഇവിടെ ഇരി. നോക്കേ കണ്ണ നോക്കേ. നോക്കട്ടോ. പോ. ഞാൻ പോ. ബാക്ക് നോക്കിയേ. അയ്യോ പൈസ താടാൻ അങ്ങോട്ട്.